ഹായ് ഗായ്സ്, സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഉച്ചകത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞിരിക്കുകയാണോ? അപ്പോൾ ഞങ്ങൾക്കിന്ന് സദ്യയാണ്. അപ്പം ഉണ്ടാക്കുന്ന പരിപാട്ടങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനും ക്യാമറയും കാര്യങ്ങളും ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ സെപ്പറേറ്റ് ഓരോന്നും കാണിക്കാൻ പറ്റില്ല. എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരെയും കാണിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്കറിയാലോ, പഴം, ശർക്കരപ്പേരി വറുത്തപ്പേരി വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പോൾ പഴം, പിന്നെ പായസം, അതാണല്ലേ പഴം പായസം, സേമിയ പായസമാണ്. അതിൻ്റെ ഒരു വെറൈറ്റി കളർ ഉണ്ടല്ലേ, ഞാനത് ശംഖുപുഷ്പത്തിൻ്റെ സ്ലറി, ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഒരു വെറൈറ്റി കളറായിക്കോട്ടെ എന്നുള്ള നിലക്ക് അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതിനകത്ത് സ്പൂൺ ഇടാൻ മറന്നുപോയി. അപ്പോൾ കണ്ടില്ലേ, ഇതാ നല്ലൊരു വെറൈറ്റി കളറിൽ നല്ല ശംഖുപുഷ്പത്തിൻ്റെ സത്തൊക്കെ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കണ്ടാ, നന്നായിട്ട് അതിനകത്തൊക്കെ പിടിച്ചിട്ട് എന്താ രസം കാണാനല്ലേ. അപ്പോൾ പഴം പായസം, ചോറ്, അവിയൽ, പിന്നെ ചൊരക്ക ഓലൻ, കാബേജ് തോരൻ, പാവയ്ക്ക വറുത്തത്, രസം, മത്തനും പയറും എലിശ്ശേരി, കൊണ്ടാട്ടമുളക് വറുത്തത്, വെണ്ടയ്ക്ക സാമ്പാർ കേട്ടോ. സാധാ സാമ്പാറല്ല, ഞാൻ വെണ്ടയ്ക്ക സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ, വറുത്തരച്ച് വെണ്ടയ്ക്ക സാമ്പാർ. പിന്നെ വായിൽ കപ്പലോടെ വളം വരുന്നുണ്ട്. അച്ചാർ, ഒരു വെറൈറ്റി അച്ചാറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ പച്ചക്ക് മാങ്ങ ചെറുതാക്കി നുറുക്കിയിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും ഉപ്പും കായം പൗഡറും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ കൂടെ ഉലുവ ഒക്കെ പൊട്ടിച്ച് മൂപ്പിച്ചിട്ട് ചേർക്കുക ചെയ്തത്. സുർക്കയും ചേർത്തിട്ടുണ്ട്, അല്ലാതെ മാങ്ങ വേവിച്ചിട്ടില്ലാത്ത. ഭയങ്കര ടേസ്റ്റാണ്, അതിന് വന്ന് നോക്കിയവരൊക്കെ. ഇതും ഒരു വെറൈറ്റി മോഡലിലാണ് ഈ പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഈ പുളിയിഞ്ചി ഉണ്ടാക്കിയത് ഇഞ്ചി വറുത്തിട്ടാണ് കേട്ടോ. ഇഞ്ചി വറുത്ത് ഒരുവിധം മൂപ്പായപ്പം ഇഞ്ചിയിലേക്ക് നമ്മളെന്ത് ചെയ്ത്, ഒരു കപ്പ് തേങ്ങ ഇട്ടു. അതേപോലെ തന്നെ ചെറിയ ചുമന്നുള്ളി, കൊച്ചുള്ളി ഒരു 150 ഗ്രാം അരിഞ്ഞത് അത് ചേർത്തു. പിന്നെ അത് നന്നായിട്ട് വറുത്ത് ഇളക്കി മൂപ്പിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, പിന്നെ ചുവന്ന മുളക് ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് അതിനകത്ത് മസാല ചേർത്ത് ഇളക്കി അത് അങ്ങനെ പച്ചമുളകൊക്കെ മാറി വന്നപ്പോൾ സുർക്കൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് 1 കപ്പ് പച്ചവെള്ളം ചേർത്തിട്ട് തിളച്ച വെള്ളം ചേർത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അങ്ങനെ അതിനകത്ത് ശർക്കരയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് വറ്റി കുറുകി വരുന്നവരേക്കും ഇങ്ങനൊരു സ്പെഷ്യൽ മോഡൽ ഇതുവരെ ഞാൻ ഉണ്ടാക്കാത്തൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ സദ്യവട്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ പ്രധാനമായിട്ട് നമുക്കുള്ളത് കേട്ടോ പപ്പടം, അത് കാണിക്കാൻ മറന്നുപോയി. പപ്പടം കേട്ടോ. അപ്പോൾ പപ്പടം, പഴം, പുളിയിഞ്ചി, അച്ചാർ, വെണ്ടയ്ക്ക സാമ്പാർ, കൊണ്ടാട്ടമുളക് വറുത്തത്, മത്തനും പയറും എലിശ്ശേരി, രസം, പാവയ്ക്ക പൊരിച്ചത്, കാബേജ് തോരൻ, ചൊരക്ക ഓലൻ, അവിയൽ, അതേപോലെ തന്നെ നമ്മളുടെ വെറൈറ്റി പായസം, അതുപോലെ തന്നെ ചോറ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിന് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും ഇതുപോലെ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ സദ്യ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത്. എല്ലാവിധ ഹെൽപ്പും പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മക്കളെ. ഇതിൻ്റെ വാസന അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, കപ്പലോടാൻ മാത്രം വെള്ളമുണ്ട് വായിക്കകത്ത്. അപ്പോൾ എല്ലാവർക്കും വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.